തമിഴ്നാട്ടിലെ BJPയുടെ മുൻ നേതാവും, അതായത് BJPയെ അവരുടെ യഥാർത്ഥത്തിൽ അവർക്കുണ്ടായിരുന്ന വോട്ടിംഗ് ഷെയറിൽ നിന്ന് 11% വരെ കൊണ്ടുവന്ന നേതാവുമായ അണ്ണാമലൈ, ഉറപ്പായിട്ടും അണ്ണാമലൈ IPS ഓഫീസറാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം IPS നിന്ന് രാജിവെച്ച് പൊതുപ്രവർത്തനത്തിലോട്ട് വന്ന ഒരാളാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ എല്ലാത്തിനും നറേറ്റീവ്സ് ഉണ്ട്. എല്ലാം ഒരു BJP നറേറ്റീവ്സാണ്. അതുമായി ബന്ധപ്പെട്ട് അമിത്ഷായുടെയും മോദിയുടെയും BJPയുടെയും ഭയങ്കര ഗൂഢാലോചനയാണ്. ആദി സ്മാർട്ടാണ്, അണ്ണാമലൈ BJPയിൽ നിന്ന് രാജിവെച്ചത് മാടയാണ്, കോടയാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. പക്ഷെ ദേശീയ പത്രങ്ങൾ പറയുന്നത് അണ്ണാമലൈ രാജിവെക്കാൻ കാരണം ഈ ADMKയുമായിട്ടുള്ള പ്രശ്നമാണ്, അതുകൊണ്ടാണ് രാജിവെച്ചത്. ഒരു കാര്യം ഞാൻ പറയാം, അണ്ണാമലൈ അയാൾക്ക് അടുത്തറിയാവുന്ന പല ജേർണലിസ്റ്റുകളോടും അയാൾ പറഞ്ഞിരുന്നു 1.5 വർഷം മുമ്പ്, അതായത് ഇലക്ഷന് 1.5 വർഷം മുമ്പ് പറഞ്ഞിരുന്നു അദ്ദേഹം BJPയുമായിട്ട് ഫർദർ പോകാൻ താല്പര്യമില്ല. അത് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പലരോടും പറഞ്ഞിട്ട് അയാൾ രാജിവെക്കുമെന്ന് പറഞ്ഞു. BJP ലീഡേഴ്സിനോടും പറഞ്ഞു. അപ്പം BJP ലീഡേഴ്സാണ് റിക്വസ്റ്റ് ചെയ്തത് ഇലക്ഷന് ശേഷം രാജിവെക്കാൻ. അപ്പം അദ്ദേഹം രാജിവെക്കാതിരിക്കാൻ BJP ആവത് പണിതി ചെയ്തു. അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് ഓഫർ ചെയ്തു, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തു, അങ്ങനെ പലതും ഓഫർ ചെയ്തു. അതെല്ലാം അദ്ദേഹം ഔട്ട്റൈറ്റായിട്ട് റിജക്റ്റ് ചെയ്തു. ഒരു കാര്യം മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് BJPയിൽ നിന്ന് രാജിവെച്ചത് മനസ്സിലാക്കുക. രാജിവെച്ചു. തമിഴ്നാട് എയർപോർട്ടിൽ അദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു. പെട്ടെന്ന് 8 ലക്ഷത്തോളം പേര് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായി സോഷ്യൽ മീഡിയയിൽ. BJP ആട്ടപടലം പൊട്ടി നാശമായിപ്പോയി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പം നമ്മൾ ചോദ്യമോ, കാരണം അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് അണ്ണാമലൈ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയെ വിട്ടുപോയത്. ആദ്യം കീ ആയിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം രാജിവെക്കുന്നതിന് ഒരു 2 മാസം മുമ്പ്, അതായത് 1 മാസം മുമ്പ്, ഇലക്ഷൻ കഴിഞ്ഞ ശേഷം അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അതായത് BJP ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും 3 ലാംഗ്വേജ് പോളിസി അത് തെറ്റാണെന്ന് പറഞ്ഞു. അത് കീയാണ്. BJPയുടെ അവരുടെ അജണ്ടയിൽ പ്രധാനപ്പെട്ട സംഭവമാണ് 3 ലാംഗ്വേജ് പോളിസി എഡ്യൂക്കേഷൻ്റെ അകത്ത്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് എതിർക്കുക എന്ന് പറയുമ്പോൾ BJPക്കകത്ത് നിന്ന് എതിർക്കുക, അതിനെതിരെ പ്രസ്താവന കൊടുക്കുക എന്ന് പറയുമ്പോഴെന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതാണ് കീ പോയിന്റ്. അതായത് അദ്ദേഹം ഈ പറയുന്ന അണ്ണാമലയ്ക്ക് BJP എന്ന് പറഞ്ഞ പാർട്ടിയോടുകൂടി യോജിച്ചു പോകാൻ കഴിയില്ല. ഇനി അദ്ദേഹം BJPയിൽ വന്ന ശേഷം ഉണ്ടായ സംഭവം നോൺ ദ്രാവിഡിയ മൂവ്മെന്റ്, ദ്രാവിഡിയൻ മൂവ്മെന്റിന് എഗനിസ്റ്റ് ഒരു മൂവ്മെന്റ്. അപ്പൊ അതിനകത്ത് ഈ സനാതനീ സാധനം എന്നുള്ള കാര്യമൊന്നും ഇയാൾക്ക് അറിയത്തൊന്നുമില്ലായിരുന്നു BJPക്കകത്ത്. ഇയാൾ BJPയിൽ ജോയിൻ ചെയ്യുന്ന നരേന്ദ്രമോദിയോടുള്ള താല്പര്യം കൊണ്ടാണ് BJPയിൽ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്ത് വലിയ യാത്രയും പരിപാടികളൊക്കെ നടത്തി. പക്ഷെ പിന്നീടാണ് മനസ്സിലായ BJPയുടെ ഹിന്ദു രാഷ്ട്രവാദം, അതേപോലെ തന്നെ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിനുള്ള എതിരെയുള്ള പോരാട്ടം, ഹിന്ദി ലാംഗ്വേജിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുക, അതിനെ അടിച്ചേൽപ്പിക്കുക, സനാതനമാർഗം, മനുസ്മൃതി, ഈ സംഭവം തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യയിലും ഓടത്തില്ല. ഇതാകാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കീ പോയിന്റ്. ഇന്ത്യയിലെ ദളിറ്റ്സിൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ദളിറ്റ്സുള്ള ചെറിയ വലിയ സ്റ്റേറ്റിലുള്ളത് തമിഴ്നാട്ടിലാണ്. കാരണം ദ്രാവിഡിയൻ മൂവ്മെൻറ്റ്. അപ്പോൾ തമിഴ്നാട്ടിലെ ദളിറ്റ്സ് എന്ന് പറഞ്ഞ് എഡ്യൂക്കേറ്റഡ് ആണ്. അവർ എഡ്യൂക്കേഷനും ഈ പറയുന്ന ഡിജിറ്റൽ ജനറേഷനും വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പിടികിട്ടി സനാതനം എന്ന് പറയുന്നതും ഹിന്ദി അടിച്ചേൽപ്പിക്കലും ഹിന്ദുത്വ എന്ന് പറയുന്നതും അവനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള സാധനമാണെന്ന് അവനറിയാം. അത് ഈ അണ്ണാമലയ്ക്കും അറിയാം. കാരണം ബാക്ക്വേർഡ് ക്ലാസ്സിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് തമിഴ്നാട്. അതുകൊണ്ടാണ് DMKയും AIDMKയും പിടിച്ചു കയറി ഇങ്ങനെ വരുന്നത്. അപ്പം അതിനകത്തോട്ട് ഈ സനാതനം എന്ന് പറഞ്ഞ സാധനം കയറിക്കഴിഞ്ഞ് ഇയാൾ ഈ പറയുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ
ആ വോട്ടിംഗ് ഷെയർ ഈ 11 നിന്ന് പിന്നെ എവിടെ പോയെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു സീറ്റാണ് കിട്ടിയിരിക്കുന്നത്, അതും തമിഴന്മാരുള്ള പ്രദേശത്തുള്ള അവിടെ അല്ല കോൺസ്റ്റിറ്റ്യുവൻസി അല്ല ജയിച്ചിരിക്കുന്നത്. കർണാടകയുമായി ലിംഗായത്ത് കൂടുതൽ താമസിക്കുന്ന നീലഗിരിക്കടുത്തുള്ള ഭാഗത്താണ് BJP ഒരു സീറ്റിൽ ജയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം BJP നിലം തൊടാതെ പൊട്ടി. പലയിടത്തും അവർക്ക് കെട്ടിവെച്ച പണം പോയി. ഇതാണ് അതിൻ്റെ റിയാലിറ്റി. കാരണം ഡിജിറ്റൽ ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുണ്ട്, അവർക്ക് വ്യക്തമായിട്ടറിയാം ഈ മനുസ്മൃതിയാണെങ്കിലും സനാതനമാണെങ്കിലും ഈ പറയുന്ന RSSൻ്റെ സംഘപരിവാറിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ക്ലാസ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. അവന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. തമിഴ്നാടിൻ്റെ പോളിസി ഒറ്റ പോളിസിയാണ്, ടു ലാംഗ്വേജ് പോളിസിയാണ്, തമിഴ് ഇംഗ്ലീഷ്, വേറെ ഒറ്റ ലാംഗ്വേജും പാടില്ല. എന്തുകൊണ്ടാണ് അവർ ഇംഗ്ലീഷ് വേണമെന്ന് പറയുന്നത്? കാരണം ഇംഗ്ലീഷിൽ കൂടാണ് കൂടുതൽ അറിവും നോളജും കിട്ടുന്നത്, ഗ്ലോബലായിട്ട് അറിവും നോളജും കിട്ടുന്നത്. ഹിന്ദി എന്ന് പറയുന്നത് ഒരു സ്ലേവ് ലാംഗ്വേജ്, അതായത് സനാതനികളുടെ അടിമ ലാംഗ്വേജാണ് ഹിന്ദി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഹിന്ദി പറയുന്നത് എനിക്കും അറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും BJPയുടെ സീനിയർ നേതാക്കളും ഹിന്ദിയാണ് ആവശ്യം, ഇംഗ്ലീഷ് വേണ്ട. അമിത്ഷാ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, വരാനുള്ള സമയത്ത് ഇംഗ്ലീഷ് പറയുന്നവനെ ജനം എതിർക്കും, കളിയാക്കും. ഈ പറയുന്ന രണ്ടുപേർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, അത് വേറെ കാര്യം. എന്തുകൊണ്ടാണ് പറയാൻ കാരണം ഇവിടുത്തെ അപ്പർ കാസ്റ്റെല്ലാം ഇംഗ്ലീഷ് പഠിച്ചു, പക്ഷേ ഇവിടുത്തെ ബാക്ക്വേർഡും ലോവർ ക്ലാസ്സും വില്ലേജിൽ ഇംഗ്ലീഷ് അറിയത്തില്ല. പക്ഷെ അവർ ഡിജിറ്റൽ ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മിഷണറീസ് അവർ ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് അടിയെന്ന് പറയുന്നത്. നിങ്ങളതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പം അതിനോട് യോജിച്ച് പോകാൻ അണ്ണാമലയ്ക്ക് പറ്റത്തില്ല. അല്ലാതെ ഇതിൻ്റെ അകത്ത് അമിത്ഷാ മാക്സിമം ട്രൈ ചെയ്തു, BJP നേതാക്കൾ ട്രൈ ചെയ്തു, ഈ പുല്ലൊന്നും അയാൾ അക്സെപ്റ്റ് ചെയ്തില്ല. ഹി റിസൈൻഡ്. എന്നിട്ട് എന്താ പറഞ്ഞത്? സെക്യുലർ ആയിട്ടുള്ള ഫോറം ആയിരിക്കും 100%. എല്ലാവരെയും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും. സനാതനവും BJPക്കകത്ത് എവിടെ സെക്യുലർ ഉള്ളത്? അതിനകത്ത് എന്താ എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുമോ? അതായത് മനസ്സിലാക്കുക, പുതിയ ലോകം, പുതിയ ജനറേഷൻ, അവർക്ക് ഈ സനാതനവുമായിട്ടും മനുസ്മൃതിയുമായിട്ടും ഈ RSSൻ്റെ ഹിന്ദുത്വ അജണ്ടയുമായിട്ട് പോകാൻ വലിയ പാടാണ്. ഇപ്പോൾ കേരളത്തിലെ പല ബാക്ക്വേർഡ് ക്ലാസ് ഹിന്ദു, അതായത് RSSനകത്തുണ്ട്. ബേസിക്കലി അവർക്കും അറിയാം, പിന്നെ അവരുടെ ആ ഒരു ബന്ധവും പരിചയത്തിൻ്റെ പേരിലൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ കർണാടകയിലോട്ട് പോയി നോക്കുക. അവിടുത്തെ പുതിയ ആഭ്യന്തരമന്ത്രി പ്രിയങ്ക ഖാർഗെ, അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കണം. അയാൾ എന്തോ പറഞ്ഞേ? RSSൻ്റെ ശാഖകൾ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല, പ്രോപ്പർ രജിസ്ട്രേഷൻ വേണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അയാൾ ഒറ്റയ്ക്കാണ് ഈ തീരുമാനമെടുത്ത് പറഞ്ഞത്? ഒരിക്കലുമല്ല. അയാളുടെ പുറകിൽ നിൽക്കാൻ 30% കർണാടകയിലെ ദളിത് കമ്മ്യൂണിറ്റി അയാളുടെ പുറകിലാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമോ? നിങ്ങൾ കർണാടകയിൽ പോയി കഴിഞ്ഞ ഒരു സമയത്ത് ഏകദേശം 10 വർഷം മുമ്പ് ഇഷ്ടം പോലെ ആൾക്കാർ, ദളിത് കമ്മ്യൂണിറ്റിയിലുള്ളവർ BJPയിൽ ആക്റ്റീവായിരുന്നു, ശരിക്കും ആക്റ്റീവായിരുന്നു. പക്ഷേ അവർക്ക് എഡ്യൂക്കേഷനും ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറിയുടെ വർക്കും ശരിക്കും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, അവന് ഈ പറയുന്ന മനുസ്മൃതിയും ഹിന്ദുത്വയും ഈ പറയുന്ന RSSൻ്റെ സനാതനം എന്ന് പറയുന്ന അവനെ മനുഷ്യനല്ലാതാക്കും. അവൻ ഗ്രാജുവലി ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇതാണ് അതിൻ്റെ ഇഷ്യൂ. അപ്പം അങ്ങനെ ഒരു വലിയൊരു ക്ലാസ് ഉണ്ട് ഈ പ്രിയങ്ക ഖാർഗെ പിന്തുണയ്ക്കാൻ. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതായത് ഈ പറയുന്ന RSSനെ ബാൻ ചെയ്യും, ഈ പറയുന്ന അവരുടെ സംഭവം നടത്താൻ പറ്റത്തില്ലെങ്കിൽ ബാൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അത് സ്റ്റേറ്റിന് പറ്റുമോ സെൻറ്ററിന് പറ്റുമോ? പക്ഷെ സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾ ചെയ്യുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ സൗത്ത് ഇന്ത്യയിൽ ഈ പറയുന്ന BJPക്ക് ഇത്രമാത്രം ക്ലച്ചസ് ഇല്ലാത്തതിൻ്റെ കാര്യം എന്തുവാ? റീസൺ ഇതാ. അവർക്ക് ഒരു മേജർ ഒരു പാർട്ടിയുടെ കൂടെ നിന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. പക്ഷെ ഒരു കാര്യമാണ്, മേജർ പാർട്ടിയുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ഈ സനാതനവും ഈ ഹിന്ദുത്വയും ഈ സാധനങ്ങൾ അവിടെ പറയാനും പറ്റത്തില്ല. കാരണം റീജിയണൽ പാർട്ടിക്ക് അവർ സെക്യുലറാണ്. അതാ എൻ്റെ കാര്യം. അതായത് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യ പോലെ അല്ല.
നോർത്ത് ഇന്ത്യയിലെ ദളിറ്റ്സിന് ഇപ്പോഴാണ്, അതായത് 15-16 കൊല്ലം 20 കൊല്ലം നമ്മൾക്ക് 15 കൊല്ലം സൗത്ത് ഇന്ത്യയിൽ ഡിജിറ്റൽ റവല്യൂഷനും അതേപോലെ ദളിറ്റ്സും മനസ്സിലാക്കി എഡ്യൂക്കേഷനും ഹ്യൂമാനിറ്റീസ് അതിലൊരു പ്രയോജനമുണ്ടായി. അതായത് സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ഇഷ്ടംപോലെ സ്കോളർഷിപ്പ് ഹ്യൂമാനിറ്റീസും സോഷ്യൽ സ്റ്റഡീസിനുമൊക്കെ ഈ പറയുന്ന ദളിത് ആദിവാസി വിദ്യാർത്ഥികൾക്ക് കിട്ടി. അപ്പോൾ അവരത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, പിന്നെ മറ്റുള്ളവരെ അവർ പഠിപ്പിക്കാൻ തുടങ്ങിയത്, എന്താണ് ഈ സനാതനം, എന്താണ് ഈ മനുസ്മൃതി, എന്തുകൊണ്ടാണ് ഇവർ ഹിന്ദി ഇത്രയും കൂടുതൽ ഹിന്ദി മാത്രം പറയാൻ പഠിപ്പിക്കുന്നത്. അവിടെയാണ് ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ പെനട്രേഷൻ ഉണ്ടാവുന്നത്. അതായത് അവനെ മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചു. അതാണ് ഇവിടുത്തെ അപ്പർ കാസ്റ്റിന് ഏറ്റവും കൂടുതൽ ഭയം. അതുതന്നെയാണ് ദളിത്. ഛത്തീസ്ഗഡ് ആണെങ്കിലും ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതേപോലെ അവർ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. അവരെ തിരിച്ചു കൊണ്ടുവരണം. കാരണം അവർ കൈവിട്ടു പോവുകയാണ്. അവർ കൈവിട്ടു പോയി കഴിഞ്ഞാൽ ഈ സാധനം ഇല്ലാതായി പോവും. ഈ മനുസ്മൃതിയും സനാതനവും ഈ പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്നത് വൈപ്പ് ഔട്ട് ചെയ്തു പോകുന്നറിയുക. കാരണം മെജോറിറ്റി അവരാണുള്ളത്. ഈ ഗെയിമാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഉറപ്പായിട്ടും മോദിയുടെ ഡെവലപ്മെൻ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന സംഭവം ഈ സാധാരണ ദളിത് കമ്മ്യൂണിറ്റിക്ക് അതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ തിരിച്ച് റിവേഴ്സ് ബാക്കി പറയുന്ന ഇംഗ്ലീഷ് പഠിക്കരുത്, വില്ലേജ് എഡ്യൂക്കേഷൻ. നിങ്ങൾ മനസ്സിലാക്കുക, മോദി ഗവൺമെൻറ് വന്ന കഴിഞ്ഞ 12 വർഷം 1.25 ലക്ഷം സ്കൂളുകളാണ് ഇന്ത്യയിൽ നിർത്തിയത്. 1.25 ലക്ഷം. കാര്യം എന്താ? പഠിപ്പിക്കണ്ട. കാരണം ഈ പഠിക്കുന്ന ആരാ? ഫ്രീ ആയിട്ട് പാവം പിടിച്ചവരും ദളിതും ആദിവാസികളാണ് പഠിക്കുന്നത്. ആ സ്കൂളുകൾ ഇഷ്ടം പോലെ നിർത്തി. അതിൻ്റെ കാര്യം എന്താ? പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതാണ് അതിൻ്റെ കാര്യം. അതായത് തമിഴ്നാട്ടിലുള്ളവനും ആന്ധ്രയിലുള്ളവനും കേരളത്തിലുള്ളവനും പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന, ദളിറ്റ്സിനും ബാക്ക്വേർഡ് ക്ലാസ്സിനും മനസ്സിലാക്കുന്ന എന്താണ് ഈ സനാതനം, എന്താണ് ഈ മനുസ്മൃതി, എന്താണ് ഈ ഹിന്ദുത്വം ഇവർ പറയുന്നത്, എന്താണ് ഇവർ പറയുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് തള്ളിപ്പറയുന്നത്. ഇത് പഠിക്കുമ്പോഴാണ് ദളിറ്റ്സിനും ആദിവാസികൾക്കും കാര്യങ്ങൾ അങ്ങോട്ട് പിടികിട്ടി എന്തുവാണ് ഈ സാധനം. അതുകൊണ്ടാണ് BJP പൂർണ്ണമായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്തു. വലിയ കർണാടകയിലെ സ്ഥിതി മോശമൊന്നുമല്ല. കർണാടകയിൽ അവിടെ ഉണ്ടായിരുന്ന പല BJPയുടെ പല ലീഡേഴ്സും, അതായത് ദളിത്സോ ആദിവാസി ആ ലീഡേഴ്സ് പോലും ഈ പറയുന്ന BJPയെ തള്ളിക്കളയുകയാണ് ഇപ്പോഴ്. ഇതാണ് കർണാടകയിലും ഉണ്ടാകുന്നത്. അത് കൃത്യമായിട്ട് ആന്ധ്രയിലും ഉണ്ടാവുകയാണ്. അതായത് ഇന്ന് ഈ പറയുന്ന ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു റവല്യൂഷനുണ്ട്. അതായത് മനുസ്മൃതിക്കെതിരെ, സനാതനത്തിനെതിരെ, ഹിന്ദുത്വക്കെതിരെ. ആ സാധനം ഇന്ത്യ മുഴുവനും വൈഡ് സ്പ്രെഡ് ചെയ്യും. അതിന് ഏറ്റവും വലിയ കാരണം കമ്മ്യൂണിക്കേഷനാണ്, ഇൻഫർമേഷൻ റവല്യൂഷൻ തന്നെയാണ്, ഡിജിറ്റൽ റവല്യൂഷൻ തന്നെയാണ്. ഉറപ്പായിട്ടും അതിന് നേതൃത്വം കൊടുക്കുവാൻ ക്രിസ്ത്യൻ മിഷണറിമാർക്കും കഴിയുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്യുമ്പോഴാണ് ഇന്ത്യയിലെ ദളിറ്റ്സിനും ആദിവാസികൾക്കും ബാക്ക്വേർഡ് ക്ലാസ്സിനും മനസ്സിലാകുന്നത് അവൻ ഇന്ത്യൻ സിറ്റിസണാണ്, അവൻ എല്ലാ റൈറ്റുകളുമുണ്ട്. ഈ പറയുന്ന അപ്പർ കാസ്റ്റ് പറയുന്ന കേട്ട് അവൻ ജീവിക്കേണ്ട ആവശ്യമില്ല, അവൻ്റേതു കൂടിയാണ് ഇന്ത്യ. ഇതാണ് കാരണം. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി കളിക്കുന്ന ഗെയിമുകളാണ് ഇംഗ്ലീഷ് വേണ്ട, അതേപോലെ തന്നെ പശുശാസ്ത്രം, ചാണകശാസ്ത്രം, ചാണകമൂത്രശാസ്ത്രം, ഈ സാധനങ്ങൾ പഠിക്കും. ഇത് പഠിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഇത് ഒന്നിനും കൊള്ളാത്ത ഈ പറയുന്ന അപ്പർ കാസ്റ്റിൻ്റെ സാധനങ്ങൾ മാത്രമാണെന്ന് ഈ പറയുന്ന ദളിറ്റ്സിന് എന്ന് മനസ്സിലാകും. അന്ന് ഇന്ത്യയിൽ 2ാം സ്വാതന്ത്ര്യ സമരം നടക്കും. ഇത് തന്നെയാണ് അണ്ണാമലൈ ഇഷ്യൂവിൻ്റെ അകത്തും നമ്മളിത് കാണുമ്പോൾ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നത്.